ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഉമ്മാക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഉമ്മക്ക് ഇത് വാങ്ങിക്കൊടുക്കണം എന്ന്. കാരണം ഉമ്മ ഉപയോഗിക്കുന്ന ഫോണെന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഉമ്മാൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ സാധനം ഞാൻ കാണിച്ചു തരാം. കോട്ടക്കൽ ഓക്സിജൻ എന്നാണ് വാങ്ങിച്ചത്. അപ്പം നമുക്കിത് മനയിരുത്തിയിട്ട് മക്ക് കൊടുക്കാം. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയേണ്ടതെന്ന് എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. ഇപ്പം എന്നെ ആണെങ്കിലും എല്ലാവരെയും കേട്ടോ, പഠിപ്പിക്കാനാണെങ്കിലും പിന്നെ വർക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളെന്ന് പറയുന്നത് ഉമ്മയായിരുന്നു. എല്ലാവരും സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഉമ്മാക്കായിരുന്നു പഠിപ്പിക്കണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, ജോലി ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ളതാണ് എന്തെങ്കിലും ചെയ്തത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്യുമല്ലോ. പക്ഷേ ഇത് എല്ലാവർക്കും ഇപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഒരു വലിയ കാര്യമാണ്. എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ഡ്രീമാണ്. അതിങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് വാങ്ങിയത് തന്നെ ഇപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ഉമ്മാക്ക് കൊടുക്കാം. ഒന്നും അറിയില്ല, ജസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉമ്മാക്കാണോ അല്ലേ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് കൊടുക്കാം. എന്തായിരിക്കും റിയാക്ഷൻ എന്നൊന്നും അറിയില്ല. വീഡിയോയിൽ ഇരുന്ന് വരുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഉമ്മാക്ക് അങ്ങനെ വീഡിയോയിൽ ഇരുന്ന് വരാൻ ഇഷ്ടമേ അല്ല. അപ്പോൾ ഇരിക്കുമെന്ന് പോലും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ കോട്ടക്കൽ ഓക്സിജൻ എന്നാണ് കേട്ടോ ഞാൻ ഫോൺ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഫോൺ വരുന്നത്. ഇത് കാണാതെ വീഡിയോ എടുത്തോളാം. ഞാൻ പറഞ്ഞ രണ്ടാൾ കണ്ണടക്കി അപ്പോൾ ഇതേ രണ്ടുപേരെയും ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഉമ്മാനെ ഒറ്റയ്ക്ക് പറഞ്ഞാൽ അമ്മ ഇരിക്കൂല. എന്നിട്ട് തന്നെ യൂട്യൂബിന് വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞിട്ട് ഉമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഒന്ന് ഇരുന്ന് തന്നത് തന്നെ. ബാക്ക്ഗ്രൗണ്ടിൽ മോൻ നല്ല കരച്ചിലാട്ടോ. അതാട്ടോ പിന്നെ ഞാൻ വോയിസ് ഓഫ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫോണ് മൊട്ട എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആകെ സർപ്രൈസ് ആയിട്ടുണ്ട് ആൾ. പിന്നെ പൊതുവേ അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നുള്ള ആളല്ല. പക്ഷേ വീഡിയോ ഓൺ ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. നമ്മളിങ്ങനെ അറിയാതെയാണ് ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കാറുള്ളത്. അതല്ലാതെ ഇങ്ങനെ വന്നിരിക്കാൻ ഉമ്മാക്ക് ഇഷ്ടമേ അല്ല. യൂട്യൂബിൽ വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് വന്നിരുന്നതേ ഉണ്ടായിരുന്നില്ല. കാക്കാനെ കൂടെ പിടിച്ചിരുത്തിയപ്പോഴാണ് ആളൊന്ന് വന്നിരുന്നത് തന്നെ. ആളാകെ സർപ്രൈസ് ആയിട്ടുണ്ട്. അത് മുഖത്ത് കാണാം. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഇത് എപ്പോഴാണ് വാങ്ങിയത്, എപ്പോഴാണ് പോയത്. കാരണം ഞാൻ ഫുൾ ടൈം വീട്ടിലുണ്ടല്ലോ. പിന്നെ അതൊക്കെ ചോദിച്ച് പിന്നെ ഫുൾ എന്നെ ചീത്ത പറയായിരുന്നു. എന്തിനാണ് ഇപ്പോൾ വാങ്ങിയത്, എന്തിനാണ് പൈസ കളഞ്ഞത്, ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയായിരുന്നു. പക്ഷേ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ ഓഫ് ആയതിനു ശേഷം കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഓൺ ആയിരുന്നു. എനിക്കിങ്ങനെ കാണാം മുഖത്ത്. ഒന്നാമത് ഇഷ്ടമേ അല്ല അങ്ങനെ വരുന്നിരിക്കാൻ. മോശമാണ് അവർ കാണും ഇവർ കാണും അതൊക്കെയാണ് പറയാം. പക്ഷേ ഞാൻ വീഡിയോ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ചോദിക്കും, വീഡിയോ ചെയ്യാതെ ഇതൊക്കെ പറയും. പക്ഷേ എന്നെ കാണണ്ട ആ ഒരു മൈൻഡാണ് ആൾക്ക്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഫോണായിരിക്കും എന്നൊന്നും ആൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എന്തോ സർപ്രൈസ്. പിന്നെ ഞാൻ രണ്ടുപേരെയും കൂടി പിടിച്ചിരുത്തിയോണ്ട് തന്നെ ആർക്കാണ്, കാക്കാക്കാണോ ഉമ്മക്കാണോ അങ്ങനെയൊക്കെ അതുള്ളതുകൊണ്ട് തന്നെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഫോണായിരിക്കുമെന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഏതായാലും എൻ്റെ ഒരു വലിയ ആഗ്രഹം ഇവിടെ സാധിച്ചിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഉമ്മയും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.